അപ്പൊ നമ്മുടെ മലേഷ്യൻ യാത്രയിൽ കോലാലംപൂർ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ കത്തീഡ്രൽ കാണാതെ പോകാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ആയിരിക്കുന്നത് നമ്മുടെ സെയിന്റ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് കത്തീഡ്രലാണ് കേട്ടോ. നല്ല 3500 ഇടവക കുടുംബങ്ങളുള്ള നല്ല വലിയൊരു കത്തീഡ്രലാണിത്. ഇവിടെ 2 അച്ഛന്മാരാണ്, വികാരിച്ചനും ഒരു കൊച്ചച്ഛനുമാണ് ഇവിടെ സേവനം ചെയ്യുന്നത്. ഇതിലകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പറ്റുമെങ്കിൽ വികാരിച്ചനും കൊച്ചച്ഛനെയും കാണാം, പിന്നെ പാരിഷ് ഓഫീസർ കാണാം. ഇതൊക്കെ ഇവിടെ അച്ഛന്മാർ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഈ വർഷം എന്ന് പറയുന്നത് തീർത്ഥാടന വർഷമല്ലേ, ജൂബിലി വർഷമല്ലേ. ഈ ജൂബിലി വർഷത്തിൽ എനിക്കിവിടെ വന്നിട്ട് നമ്മുടെ മലേഷ്യയിൽ വന്നിട്ട് നമ്മുടെ കോലാലംപൂരിന്റെ തിരക്കേറിയ നഗരജീവിതത്തിനിടയിൽ ശബ്ദങ്ങളുടെയും ആകാശകൊട്ടാരങ്ങളുടെ നടുവിൽ മനസ്സ് ശാന്തമാക്കുന്നൊരു ആത്മീയ കേന്ദ്രം, അതാണ് സെയിന്റ് ജോൺസ് കത്തീഡ്രൽ. മലേഷ്യയിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രശസ്തവുമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നായി കത്തീഡ്രൽ വിശ്വാസത്തിന്റെ ചരിത്രവും പ്രാർത്ഥനയുടെ ശാന്തതയും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ഒരു വിശുദ്ധമായ ഇടമാണ്. കോലാലംപൂരിലെ ബുക്കിറ്റ് നാനാസ് എന്ന ചെറിയ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം 1883 ആദ്യമായിട്ട് സ്ഥാപിതമായത്. പിന്നീട് നിരവധി പുനർനിർമ്മാണങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭംഗിയിൽ ഈ കത്തീഡ്രൽ രൂപം കൊണ്ടത്. 1955 ഇത് ഔദ്യോഗികമായിട്ട് കത്തീഡ്രൽ പദവി ലഭിക്കുന്നത്. അതിനുശേഷം മലേഷ്യയിലെ കത്തോലിക്ക വിശ്വാസങ്ങളുടെ പ്രധാന ആത്മീയ കേന്ദ്രമായിട്ട് ഈ സെയിന്റ് ജോൺസ് കത്തീഡ്രൽ മാറി. അപ്പൊ ഇത് ഈ കാണുന്നത് നമ്മുടെ കത്തീഡ്രൽ ദേവാലയം. പിന്നെ അടുത്ത് കാണുന്നത് അവരുടെ കമ്മ്യൂണിറ്റി സെന്റർ. അതിന് തൊട്ടടുത്താണ് നമ്മളെ ബിഷപ്പ് ഹൗസ്. ഇപ്പൊ ഞാൻ ബിഷപ്പ് ഇവിടെ ഉണ്ടോന്ന് നോക്കി, പക്ഷെ ബിഷപ്പ് ഇവിടെ ഇന്ന് അവൈലബിൾ അല്ല. ബിഷപ്പ് പുറത്തുവരികയാണ്. കമ്മ്യൂണിറ്റി സെന്ററിലാണ് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. നമുക്കൊന്ന് അവിടേക്ക് നടക്കാം, കമ്മ്യൂണിറ്റി സെന്റർ ഒന്ന് കാണാം. ഈ കാണുന്നതാണ് കേട്ടോ കമ്മ്യൂണിറ്റി സെന്റർ. ആ കാണുന്നതാണ് കേട്ടോ അവരുടെ ബിഷപ്പ് ഹൗസ്.